ഹായ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇതൊരിക്കലും ആരും നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഞാൻ ഇന്ന് ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇത് എനിക്ക് ഇപ്പം ഉണ്ണിയേട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. ആൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളതുകൊണ്ട് എനിക്കതിന് വേണ്ട പരിഹാരം കിട്ടി. അല്ലായിരുന്നു എൻ്റെ സ്ഥാനത്ത് ഒരു പക്ഷേ മറ്റൊരാളാണ്, ഇങ്ങനെ ആരെയും പരിചയമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പെട്ടേനെ, എക്സാക്ട്ലി പെട്ടേനെ. ഓക്കെ, അപ്പം ഞാൻ എന്താ സംഭവം എന്നുള്ളത് പറയാം. ഞാനൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ചിട്ടി അടിച്ചവർക്ക് കാശും കൊടുക്കണില്ല, ചോദിക്കുന്നതിനുള്ള മറുപടിയും കൊടുക്കണം. ഇതിൽ ഞാനിപ്പോ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ചിട്ടി സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാകും, റെയിൻകാർഡ് അക്കൗണ്ടിലേക്ക് ഇടുക. അത് തന്നെയാണ്. അത് ഒരു പ്രശ്നമില്ല. പറ്റുന്ന രാവിലെ ചിട്ടി അടിച്ച ആൾക്കാർക്ക് പൈസ ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഇതാണ് സംഭവം. അതായത് ഞാൻ നമ്മുടെ കാക്കനാട് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു 5 മിനിറ്റ് പോലും വണ്ടി പോന്നിട്ടില്ല, ഒരു 2-3 മിനിറ്റ് കൂട്ടിക്കോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെയാണ് ആൾ വണ്ടി ഓടിക്കുന്നത്. റാഷ് ഡ്രൈവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് യാത്രി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, അതേപോലെ യൂബർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട് അടിക്കാനോ അവർക്ക് വേണ്ടതുപോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനോ പറ്റും. പക്ഷേ ഞാൻ റാപ്പിഡോ എന്ന് പറഞ്ഞ ആപ്പാണ് യൂസ് ചെയ്തത്. അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ആപ്പ് നമുക്ക് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യില്ല, ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ ഉണ്ണിയേട്ടനോട് വിളിച്ചു. അപ്പം ഉണ്ണിയേട്ടനോട് എനിക്ക് എന്താ സംഭവം എന്നുള്ളത് പറയാൻ പറ്റില്ല. വിളിച്ചിട്ട് പാലച്ചോട് എത്തി എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കട്ടാക്കി. എന്നിട്ട് അപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഇയാളുടെ ഇപ്പം നിങ്ങൾ കണ്ട ആ സെയിം വീഡിയോ ഞാൻ അയച്ചു കൊടുത്തു. പുള്ളിക്കാരനത് അവരുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലിട്ടു. എന്നിട്ട് അപ്പോൾ തന്നെ പുള്ളിക്കാരൻ കണ്ടു. അപ്പോഴത്തേക്കും മെല്ലെ ഒരു ഒതുക്കം വന്നു. ഇവിടെ എത്താനാകുമ്പോഴത്തേക്കും ഒതുക്കം വന്നു പറഞ്ഞാൽ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആ ഏതോ ചിട്ടി ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് എന്തോ മെസ്സേജ് കേൾക്കുന്നു, അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇവിടെ എത്തുന്നവർ അത് തന്നെയായിരുന്നു ഇവരുടെ. എന്നിട്ട് എന്നോട് പൈസ തന്നില്ലേലും കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ പിന്നെ കാണിച്ച പൈസ ഞാൻ കൊടുത്തു. ഞാൻ കൊടുക്കാതെയൊന്നും ഇരുന്നില്ല, പക്ഷെ എന്തോരം വന്നതല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പം വളരെ ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ആപ്പിളെന്നുണ്ടെങ്കിൽ. അപ്പോഴെനിക്ക് മനസ്സിലാവും, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പും കിട്ടില്ല. പക്ഷേ യൂബറും യാത്രയൊക്കെ അങ്ങനെയല്ല. അവരെന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് ചെയ്തു തരും. ഇപ്പോൾ യാത്രയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആണെങ്കിൽ, ബ്ലൈൻഡ് ഓർ വിഷ്വൽ ഇമ്പേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പരിമിതി അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള ഒരു സ്പെഷ്യൽ ഗൈഡൻസ് നമുക്ക് തരും, ഡ്രൈവർമാർക്ക് കൊടുക്കും. ആൾ കയറുന്ന ആൾക്ക് ഇന്നതുപോലെ ഇഷ്യൂ ഉള്ളതാണെന്ന രീതിക്ക്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളത് മാത്രമല്ല, ഒരു റെസ്പോൺസും ഇല്ല ഇവരുടെ ഭാഗത്തുനിന്ന്. ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ സ്ത്രീകളൊക്കെ റാപ്പിഡോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായാൽ ഏതെങ്കിലും ഡ്രൈവറിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് സ്ത്രീകളൊക്കെ കൂടുതലും യാത്രി, അതല്ലെങ്കിൽ യൂബർ, കൂടുതലും യാത്ര ഉപയോഗിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ യൂബർ. അതായത് യാത്ര കുറച്ചുകൂടി ചീപ്പറാണ്, അതുകൊണ്ടാണ് യാത്ര എന്ന് പറഞ്ഞത്. യാത്ര അല്ലെങ്കിൽ യൂബർ ഉപയോഗിക്കുന്നത് എപ്പോഴും സേഫ്. റാപ്പിഡോ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഉപയോഗിച്ചാലുള്ളൊരു ഇഷ്യൂ മേൽ പറഞ്ഞതുപോലെയുള്ള ഇഷ്യൂസാണ്. ചിലപ്പം എന്തെങ്കിലും ഒന്ന് വന്നാൽ ചോദിക്കാനും പറയാനും നമുക്ക് പറ്റില്ല, അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് യാത്രി അല്ലെങ്കിൽ യൂബർ ഉപയോഗിക്കുന്നത് എനിക്ക് എപ്പോഴും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എൻ്റെ ഡെയിലി ലൈഫിൽ എനിക്കുണ്ടായ അനുഭവം നിങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ആളുടെ ഫേസോ ആളുടെ വണ്ടി നമ്പർ ഒന്നും പറഞ്ഞില്ല, കാരണം ഇഷ്യൂ സോൾവ് ആയി. എന്നാലും എപ്പോഴും ഞാൻ എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഇതും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തരാം.